ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പം നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. തക്കാളിയൊക്കെ കുറച്ച് അധികം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അതുപോലെ തന്നെ അങ്ങ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടാവുമല്ലേ. എന്നാൽ ഈ രീതിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടൊന്ന് മിക്സ് ആക്കിയ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചിട്ട് അതിൻ്റെ ഞെട്ടി ഭാഗത്തായിട്ട് കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര മാസം വെച്ചാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മളെ തക്കാളി ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. അപ്പം ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് എണ്ണയും കൂടെ ഒന്ന് തേച്ച് കൊടുത്ത് എടുത്ത് വെക്കുന്നത്. മഞ്ഞളും ഉപ്പൊക്കെ നല്ല പ്രിസർവേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് ഹെൽപ്ഫുൾ ആവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. കടല, വൻപയർ, അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഒക്കെ നമ്മൾ തലേ ദിവസം തന്നെ കുതിർത്തിട്ടായിരിക്കും പിറ്റേ ദിവസം കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളത് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്തൊരു ഫ്ലാസ്കോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതുപോലെ നമ്മൾ നന്നായിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് സോക്കായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഇത് സോക്കാവാതെ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേവുമില്ല, ഗ്യാസും നമുക്ക് ചിലവാകും. എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം ഞാൻ ആ ഫ്ലാസ്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വെറും 10 മിനിറ്റ് മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡ്രൈ ആയിട്ടുള്ള പുകലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചയായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡ്രൈഡ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. നമുക്കറിയാം കുറച്ചധികം പുകലയൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഛർദി ഓക്കാനും ശരീരത്തിന് വല്ലാത്തൊരു അസ്വസ്ഥത, തലചുറ്റലൊക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പുകല കുറച്ച് അത്യാവശ്യം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 നാപ്തലിൻ ബോൾസ് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു മുടി വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അലർജി കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താലും മതിയാവും. ഞാൻ എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ പേപ്പർ അല്ലെങ്കിൽ നേരിയ കോട്ടൺ തുണി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഒരു പിൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ സ്മെല്ല് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് സ്ഥിരമായിട്ട് പാറ്റ, പല്ലി, എലി, എട്ടുകാലി, അതുപോലെ തന്നെ കൊതുക്, ചിലന്തിയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ വരുന്നതല്ല കേട്ടോ. ഈ ഒരു ഈസി ആയിട്ടുള്ള ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അടുത്തതായിട്ട് നല്ലൊരു കിഡിലൻ സ്നാക്സ്, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒക്കെ ആയിട്ടുള്ള നല്ലൊരു കിഡിലൻ റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ, ചെറിയ ജീരകം, ഉള്ളിയും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. വല്ലാണ്ട് അങ്ങ് അരച്ചെടുക്കരുത്, ചതച്ചെടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ. വറുത്ത അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മൈദ, അതുപോലെ തന്നെ അരിപ്പൊടി, റവ എല്ലാം ഏകദേശം ഒരേ അളവിലെടുത്തിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സ് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം അളന്നൊഴിക്കാം. നമ്മൾ ഏകദേശം ഒരു 2 ഗ്ലാസ് മാവാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് 3 ഗ്ലാസ് വെള്ളം നമുക്ക് എടുക്കാം. ഓരോ അരിപ്പൊടിക്കും വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുന്നതാണ്. നിങ്ങൾ ആദ്യം എടുക്കുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ചതച്ചെടുക്കേണ്ടത്. ജീരകമൊക്കെ കണ്ടില്ലേ, അതുപോലെ തന്നെ കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടിയാൽ മാത്രം മതിയാവും. എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് കുറച്ച് മാവായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാൻ മാവ് ഇട്ട് കൊടുത്ത സമയത്ത് പെട്ടെന്ന് എല്ലാ മാവും കൂടെ അതിലേക്ക് വീണ് പോയി. അതുകൊണ്ടാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് അറിയുമല്ലോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വെള്ളം മാവും ഒക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വെള്ളം കൂടിയിട്ടുമില്ല എന്നാൽ കുറഞ്ഞിട്ടുമില്ല. ആ ഒരു ചെറു ചൂടോട് കൂടെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് കുഴച്ചതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഈ രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതിയാവും. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കിട്ടുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മാത്രം മതിയാവും. പത്തിരിക്ക് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ചായക്കടയിൽ ചില്ലുകൂട്ടിലുള്ള പൊരിച്ച പത്തിരി ഇല്ലേ,
അതേ രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അധിക വില കൊടുത്ത് നമ്മൾ പുറത്തു നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കണ്ടില്ലേ, കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ മാവിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിപ്പ് കാണിക്കുന്നത്. അതിൽ കുറച്ച് അയമോദകം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടും കൂടെ മിക്സ് ആയതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല ഇട്ട് കൊടുക്കുന്നതിലൂടെ. അപ്പോൾ കരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്ന സമയത്ത് കാണാനും നല്ല ഭംഗിയാണ്, നമ്മൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കി കുറച്ച് അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് കട്ടിയിലൊന്ന് പരത്തിയെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇപ്പം ഞാൻ കട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കടയിൽ പൊരിച്ച പത്തിരിയൊക്കെ നല്ല കുറച്ച് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. പുറത്ത് നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കിടിലൻ ഒരു റെസിപ്പി തന്നെയാണ് ഇട്ടത്. അപ്പം ഞാൻ എല്ലാം ഇതേ രീതിയിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മളുടെ ജോലികളും വളരെ പെട്ടെന്ന് തീരും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലുള്ളൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ നമ്മൾ ചോറ്റുപാത്രമല്ലേ അത് എടുത്താലും മതി. കുറച്ച് ഷാർപ്പായിട്ടുള്ള എഡ്ജുള്ളത് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് കട്ടായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തന്നെ എല്ലാം ഒരേ അളവിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അധികം വലിപ്പം കൂടുകയും ചെയ്യരുത്, എന്നാൽ വലിപ്പം കുറയുകയും ചെയ്യരുത്. ഈ ഒരു മീഡിയം സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം ചെറിയൊരു കനത്തിലും കൂടെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, സമയവും ലാഭമാണ്, എന്നാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ മാവ് റെഡിയാക്കുന്ന സമയത്ത് കുറച്ച് സ്പൈസിക്ക് വേണമെങ്കിൽ ഒരു 2 പച്ചമുളകും 2 വെളുത്തുള്ളിയും കൂടെ നമ്മൾ ക്രഷ് ചെയ്തിട്ട് കൊടുക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം സ്നാക്സ് ആയിട്ട് കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ മാവും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ചുട്ടെടുക്കാതിരിക്കും നല്ലത്. പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം ഇത്രയും പത്തിരി എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാലൻസ് മാവുണ്ട്, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഓരോന്നായിട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. നന്നായിട്ട് വെന്ത മാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണയിലിട്ട് ആ വഴി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നുണ്ട്. അകം നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടോടുകൂടെ തന്നെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ബീഫ് കറി, മട്ടൻ കറി, അതുപോലെ തന്നെ മീൻ കറി, ഗ്രീൻ പീസ് കറി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയുടെ തോലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എൻ്റെ ഒരു ഇരുമ്പിൻ്റെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ബ്ലാക്ക് കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. ഇതുപോലുള്ള ഇരുമ്പ് പാനാണെങ്കിൽ ചൂട് കുറേ നേരം തങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡിയായി കിട്ടും. നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ ഇത്. യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് അത് ഫ്രൈ ആയി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവം വരെ നമുക്കൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാനൊരു ഇടികല്ലിൻ്റെ ഇത് വെച്ചിട്ട് ഉരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സി ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തപ്പോൾ തന്നെ നന്നായിട്ട് ഇവിടെ പൊടിയായി കിട്ടിയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ബ്ലാക്ക് ആയിട്ടുള്ള മുടിയിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ടൈമുള്ളപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. യാതൊരുവിധ കേടൊന്നും സംഭവിക്കുന്നതല്ല, പൂപ്പലോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഞാനിതൊരു കാലിയായിട്ടുള്ള ഒരു പൗഡറിൻ്റെ ബോട്ടിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളെ മുടിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് കിട്ടും കേട്ടോ. ചില സ്ഥലങ്ങളിൽ മുടിയില്ലാതെ വെള്ളയായിട്ട് നമുക്ക് കാണാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് ബ്ലാക്കായി കിട്ടുന്നതാണ്. മാർക്കറ്റിൽ വലിയ വില കൊടുത്ത് ഇതിന് ഉപയോഗിക്കുന്ന സ്റ്റിക്ക് അതുപോലെ തന്നെ പൗഡേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പൊടിച്ചു വെച്ച പൊടിയിലേക്ക് കുറച്ച് ആവണക്കെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പുറത്തൊക്കെ പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നന്നായിട്ട് ആ മുടിയിൽ പിടിച്ചിരുന്നോളും. വൈറ്റ് ആയിട്ടുള്ള ഹെയറൊക്കെ നമുക്ക് ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത് വെള്ളമൊന്നും തട്ടുന്ന സമയത്ത് ഒലിച്ചൊന്നും ഇറങ്ങില്ല. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഡൈ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്
ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇപ്പോൾ കണ്ടില്ല, വെള്ളത്തിൽ ഞാൻ കഴുകി കാണിക്കുന്നുണ്ട്, അപ്പോഴും ഒരു തുള്ളി പോലും ഒലിച്ചു പോകുന്നില്ല. ഇതുപോലെ തന്നെ നമ്മളെ ഹെയറിലും കിടക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പൊടിയൊന്ന് ജസ്റ്റ് ഒന്ന് തലയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പോകാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ടാൽക്കം പൗഡർ വെച്ചിട്ടുള്ള നല്ല കിഡിലൻ ടിപ്പാണ് കേട്ടോ. ചില സമയത്ത് നമ്മളുടെ മുടിയൊക്കെ ഇതുപോലെ നന്നായിട്ട് ചിക്കായിട്ട് വരുമല്ലേ, അത് നമ്മൾ കൈ വെച്ചിട്ട് വലിച്ച് അതുപോലെ തന്നെ ചീർപ്പ് വെച്ചിട്ടൊക്കെ TV കൊടുക്കുകയാണെങ്കിൽ തല നന്നായിട്ട് വേദനിക്കുകയും ചെയ്യും, മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടാൽക്കം പൗഡർ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ എടുക്കരുത്, നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ എല്ലാ ചിക്കും നമുക്ക് നന്നായിട്ട് പോയി കിട്ടുന്നതാണ്. കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ തലയൊക്കെ ചിക്കെടുക്കുന്ന സമയത്ത് അവർ ഇരുന്ന് കരയല്ലേ, അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.